عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والعاكفين والركع السجود وطهر بيتي للطائفين والقائمين والركع السجود. ബഹുമാന്യരായ ഹാജിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഹജ്ജ് മാസത്തിലേക്ക്, ഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ച ഒരു സമയത്താണ് നമ്മളുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതും നമ്മെ ശ്രവിക്കുന്നവർ, നമ്മളെ പ്രതീക്ഷിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുമായ ഒരല്പം കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഅബാലയം പണിയാൻ വേണ്ടി പറയുകയാണ്. അത് പണി കഴിച്ച് അതിന്റെ ശേഷം ഇബ്രാഹിം നബിയോട് മനുഷ്യരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുന്ന കാര്യമാണ് ഖുർആൻ എടുത്തു പറയുന്നത്. പണിയാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹ് പറയാണ്, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്തി. ആ വീടിന്റെ, ആ കേന്ദ്രത്തിന്റെ സ്ഥാനം ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നിർണയിച്ചു കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമാണ്. അള്ളാഹുവിന് വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി പടച്ചുണ്ടാക്കിയ അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ വീട്, അതുണ്ടാക്കാൻ വേണ്ടി ഇബ്രാഹിം നബിക്ക് അതിന്റെ സ്ഥാനം നിർണയിക്കപ്പെട്ട സന്ദർഭം ശ്രദ്ധേയമാണ്. ഉടനെ തന്നെ അള്ളാഹു പറയുന്നത്, ഉണ്ടാക്കാൻ അസ്ഥിവാരമിട്ട സമയത്ത് പോലും ആദ്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മുന്നോട്ട് വെക്കുന്നത് തൗഹീദാണ്. അല്ലാ തുശ്രിക് ബി ശൈആ, അള്ളാഹുവിനെ ആരെയും പങ്കു ചേർക്കരുത് എന്ന് കൃത്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ നിർദ്ദേശിച്ചു. ആ സന്ദർഭം വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, അവിടെ തവാഫ് ചെയ്യാൻ വരുന്നവർക്കും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും റുക്കുവും സുജൂദും ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടി മറ്റെല്ലാ ശിർക്ക് കലരുന്ന ബിദ്അത്തുകൾ വരുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അതിനെ ശുദ്ധീകരിച്ചിട്ട് വേണം അത് സമൂഹത്തിന് സമർപ്പിക്കാൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായത്തോടു കൂടി രണ്ടുപേരും കൂടി പടുത്തുയർത്തിയ കാബാലയം, ആ കാബാലയം നമുക്കറിയാം. ആ കാബാലയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഇബ്രാഹിം നബിയുടെ കാലത്താണോ അതല്ല അതിന്റെ മുമ്പ് ആ കാബാലയം അവിടെ ഉണ്ടോ എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ നാം ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ പരിശുദ്ധ ഹദീസും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇബ്രാഹിം നബിക്ക് മുമ്പ്
മലക്കുകളാരോ അത് നിർമ്മിച്ചിട്ടുണ്ട് എന്നും അതല്ല ഇബ്രാഹിം നബിയാണ് ആദ്യം നിർമ്മിച്ചത് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും നമുക്ക് അല്ലാഹു പരിചയപ്പെടുത്തി തരുന്ന ഇബ്രാഹിമി കാലഘട്ടം മുതലാണ്. അന്ന് മുതലാണ് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ. അതിൽ അല്ലാഹു പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലത്തി ബിബക്ക മുബാറക, പരിശുദ്ധമായ മക്ക. മക്കയുടെ പരിശുദ്ധി അവിടെയാണ് പറയുന്നത്. ഖുർആൻ പറയുന്നത് പരിശുദ്ധമായ മക്കയിൽ, ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്തിൽ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധിക്കാൻ വേണ്ടി ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ, ഏറ്റവും ആദ്യത്തെ വീട്, വുളിയ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, വഹുദൻ ലിൽ ആലമീൻ, അത് ലോകത്തിന് വലിയ ദൃഷ്ടാന്തവുമായിട്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് കഅബാലയത്തിലേക്ക് നിങ്ങൾ വരണം, എന്താണ് അതിന്റെ മഹത്വം എന്ന് കൃത്യമായിട്ട് പറയാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പലവട്ടം ചർച്ച ചെയ്തതാണ്. ആ ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം എന്താണ്? മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മഖാമാണ്. അത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. നിർമ്മിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിന്ന ഒരു കല്ല്, അതിന്റെ ശേഷം ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ ഒരു ഉയർത്ത, ഏതു സംഗതിയും വിളിച്ചു പറയുമ്പം ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉയർന്ന പ്രദേശത്ത് കയറി നിൽക്കാറുണ്ട്. അപ്പോഴും ഉപയോഗിച്ച ഒരു കല്ല്. അപ്പൊ ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞ ആരാണിത് കേൾക്കുക? അള്ളാഹുവിന്റെ മറുപടി, കേൾപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്റേതാണ്, നീ വിളിച്ചു പറയും. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞത്, അങ്ങനെ ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ പറഞ്ഞു, പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത്. ആ വിളി കേട്ടുത്തരം നൽകാൻ വേണ്ടി പ്രയാസം സഹിച്ചുകൊണ്ട് പുറപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മേലൊരു ബാധ്യത, ഒരു ഉത്തരവാദിത്വം, അടിമകൾക്ക് ഉടമയോടുള്ള ഒരു വലിയ കടമയായിട്ട്, ബാധ്യതയായിട്ട് ചുമതലപ്പെടുത്തുകയാണ് ഇതിനെ, ഹജ്ജിനെ. ഹജ്ജിന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുബഹിക്ക് ബാങ്ക് കൊടുത്തു 4:12 അല്ലേ? ആ ബാങ്ക് കേട്ടപ്പോഴാണ് സുബഹി നമുക്ക് നിർബന്ധമായത്. അതിന്റെ സമയമായപ്പോ അത് നിർവഹിച്ച ആളുകളാണ് നമ്മൾ. നമ്മുടെ ഹജ്ജിന് എപ്പോഴാണ് ബാങ്ക് കൊടുത്തത്? ഇബ്രാഹിം നബിയുടെ വിളി വന്നു. ആ വിളി നമുക്ക് വേണ്ടി എപ്പോഴാണ് അത് നിർബന്ധമായ ഒരു വിളിയായി മാറിയത്? വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ മാത്രമല്ല ഞാൻ ഈ കാര്യം ബോധിപ്പിക്കുന്നത്, എന്നെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ആളുകളോട് കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹജ്ജിന് വേണ്ടി നിർബന്ധമായ വിളി വന്നിട്ടുണ്ട്. 5ാമത്തെ നിർബന്ധ കർമ്മമാണ് ഇസ്ലാമില് ഹജ്ജ്. തൗഹീദ് മനസ്സിലാക്കി നിസ്കാരങ്ങൾ കൃത്യമായി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി പരിശ്രമിക്കുന്ന, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന, സക്കാത്ത് കൊടുത്തു വീട്ടി അല്ലാഹുവിനോടുള്ള കടമകളും കടപ്പാടുകളും തീർക്കണമെന്ന കൃത്യമായ ബോധമുള്ള ഒരാൾക്ക് എപ്പോഴാണോ ഫർള് നിസ്കാരം അവന് നിർബന്ധമാകുന്ന പ്രായം, സമയം, ആ സമയം മുതൽ ഏതു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് അവന് നിർബന്ധമാക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു പോരായ്മ നമ്മുടെ ഈ ഹജ്ജ് യാത്രകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയാണ്, വഅലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വഅലന്നാസി, ജനങ്ങളുടെ മേൽ ബാധ്യതയാണ്, കടമയാണ്, ഹജ്ജുൽ ബൈത്തി, എന്റെ വീട് സന്ദർശിക്കൽ. എന്റെ വീട്ടിൽ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, അത് നിർബന്ധമായ ക്ഷണമാണ്. അതൊരു ഉത്തരവാദിത്തമായി, ഉടമയോട് അല്ലാഹുവിനോടുള്ള വലിയൊരു ബാധ്യതയായി നിർവഹിക്കൽ മനുഷ്യരുടെ മേൽ കടമയാണ്. ആർക്ക്? മനിസ്തതാഅ ഇലൈഹി സബീല. അതിലേക്ക് നമ്മൾ ചെറുപ്പം മുതലേ വായിച്ച് അല്ലെങ്കിൽ പള്ളി ദർസിലൊക്കെ അർത്ഥം വെച്ച് മനസ്സിലാക്കി പോന്ന 3 വഴികളുണ്ട്. തടിയാലും മുതലാലും വടിയാലും എളുപ്പമുള്ളവന്, അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. 3 ഷർത്താണ് അതിന് വെച്ചത്. ഒന്ന്, അതിന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? വരാൻ പറ്റുന്ന സമയം, വരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തത്, സാമ്പത്തികമായി വരാൻ കഴിയുന്ന ഇതുണ്ടാവണം.
മൂന്നാമത് വാഹന സംബന്ധമായിട്ടുള്ള യാത്രാ സംബന്ധമായ സൗകര്യങ്ങൾ ഉണ്ടാവണം. ഈ 3 ഷർത്ത് കൂടി കൃത്യമായിട്ട് എപ്പോഴാണോ നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ ഹജ്ജ് നിർബന്ധമാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ കഴിഞ്ഞ കൊല്ലം ഹജ്ജ് നിർബന്ധമായതല്ല, അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊന്നും ഹജ്ജ് നിർബന്ധമുള്ളവരാണ് എന്ന ധാരണയ്ക്ക് അവരെത്തിയിട്ടില്ലെങ്കിൽ അവരാലോചിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴാണോ നിസ്കാരം നിർബന്ധമായത് അതേ പ്രായത്തിൽ അത് കഴിഞ്ഞിട്ട് അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഈ 3 സംഗതികൾ കൃത്യമായി ബോധ്യപ്പെട്ട് വരുന്ന സമയത്ത് അവൻ ഹജ്ജ് നിർബന്ധമാണ്. 15 വയസ്സ് കഴിഞ്ഞു, 20-ാം വയസ്സിൽ തന്നെ അവൻ ബിസിനസ് തുടങ്ങി, നല്ല സാമ്പത്തിക സ്രോതസ്സുണ്ട്, എല്ലാ രാജ്യവും അവൻ സന്ദർശിക്കുന്നു, പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്നു. പക്ഷേ ഹജ്ജിനെ കുറിച്ച് മാത്രം അവൻ ആലോചിച്ചിട്ടില്ല. അവനെല്ലാ സൗകര്യമുണ്ട്. അപ്പോ ഹജ്ജിനെ കുറിച്ച് ആലോചിക്കാൻ 70 കഴിയാൻ കാത്തിരിക്കുന്ന ഒരവസ്ഥയല്ല ഇസ്ലാം ഹജ്ജ് നിർബന്ധമാക്കിയത്. പെൻഷൻ പറ്റിയിട്ട് PF കിട്ടിയിട്ട് ഉമ്മയുടെയും ഉപ്പയുടെയും മുതൽ ഓഹരി വെച്ചിട്ട് അതിന്റെ ഒരു ഭാഗം കിട്ടിയിട്ട് പോരേണ്ട ഒരു കർമ്മമേ അല്ല. നാട്ടിലെ ഒരു സാഹചര്യമുണ്ട്, വേദനയോടുകൂടിയേ അത് നമുക്ക് ഉണർത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാം കഴിഞ്ഞ് മക്കളുടെ വിവാഹം കഴിഞ്ഞ് മക്കളുടെ കുടിയിരിക്കൽ കഴിഞ്ഞ് അവരെ കെട്ടിക്കലും പെൺമക്കളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് സ്വസ്ഥമായതിന്റെ ശേഷമാണ് ഞാൻ ഹജ്ജിന് പോകേണ്ടത്, അതും പ്രായാധിക്യത്തിലെത്തിയിട്ടാണ് ഹജ്ജിന് പോകേണ്ടത് എന്ന തെറ്റായ ധാരണയുണ്ട്. അത് നമ്മൾ ശരിക്കും തിരുത്തപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഹജ്ജ് നിർബന്ധമാകുന്നത് ഹജ്ജിന് വേണ്ടിയുള്ള വിളി നമ്മളിലൊക്കെ എത്തിപ്പെട്ടത് ഏതു പ്രായത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോ വ്യക്തികൾക്കേ അറിയൂ. എനിക്ക് 25 വയസ്സുള്ള സമയത്ത് കൃത്യമായിട്ടും ഹജ്ജിന് പോരാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി എനിക്കുണ്ടായിരുന്നു, വഴി യാത്രാ സംബന്ധമായ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എങ്കിൽ ആ 25-ാം വയസ്സിൽ നിർബന്ധമായ ഹജ്ജാണ് 75-ൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന കൃത്യമായ ബോധമുണ്ടാകണം നമുക്ക്. അള്ളാഹുവിനോട് പക്ഷാതപിച്ചു മടങ്ങാനെങ്കിലും ഒരു സമയം കിട്ടി എന്നേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ 10-70 വർഷമായിട്ട് ഇതുവരെ ഹജ്ജിന് പുറപ്പെടാനുള്ള ഒരു ചിന്ത പോലും ഉദിക്കാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. അതൊരു കടമയായിട്ട് ആലോചിക്കുന്നേ ഇല്ല. എന്നാൽ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ ഞാൻ അസ്വസ്ഥമാണ് അവർ. റമളാനായി കഴിഞ്ഞാൽ നോമ്പിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഹജ്ജിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നില്ല. അവിടെയാണ് അല്ലാഹു പറയുന്നത് വലിന്നാസി അലന്നാസി വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാഅ ഇലൈഹി സബീല. അടിവരയിട്ട് മനസ്സിലാക്കണം. വഴി കൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് എപ്പോഴാണോ നിങ്ങൾക്ക് അത് എളുപ്പമാണെന്ന് തോന്നുന്നത് അപ്പ സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആ സംഗതിയൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടും അവഗണിച്ച് തള്ളുന്നവൻ, നിഷേധിക്കുന്നവൻ, അതിനെ പരിഗണിക്കാതെ, അതിനെക്കുറിച്ച് ആലോചിക്കാതെ, പരിഗണിക്കാതെ വിട്ടുമാറ്റുന്നവൻ, അവൻ അല്ലാഹുവിന്റെ താക്കീതുണ്ടാണ്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. നിങ്ങളുടെ ഔദാര്യം, നിങ്ങളുടെ സന്ദർശനം അത് അള്ളാഹ്ക്ക് ഒരു താല്പര്യമില്ല, അള്ളാഹ്ക്ക് ആവശ്യമല്ല. അള്ളാഹു അതിനെ തൊട്ട് ഐശ്വര്യവാനാണ്. നിങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾക്ക് നിർവഹിക്കാൻ നിങ്ങൾ അവഗണിച്ചത് എന്താണ്? നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ഉടമയോട് ചെയ്യേണ്ട, അള്ളാഹുവിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അള്ളാഹ്ക്ക് അതുകൊണ്ട് ഒരു പരാജയം ഉണ്ടാവുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ ഇതാണ്. 70 കഴിഞ്ഞിട്ടാണ് ഹജ്ജിന് പോകേണ്ടെന്ന തെറ്റായ ധാരണ. ഇവിടെ നമുക്ക് വന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇത് വന്ന ആളുകളോടല്ല പറയുന്നത്. ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാത്ത, വീട്ടിൽ നിന്ന് ഉപ്പയെയും ഉമ്മയെയും പ്രായാധിക്യത്തിൽ ഹജ്ജിന് പറഞ്ഞയക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾക്കെങ്കിലും ഈ ദുരന്തം വരരുത്. വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞ്, നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ പുരോഗതിയും നടന്ന്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം ബാക്കിയാകുന്ന കാശല്ല ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്നത്. നിർബന്ധമായ ഹജ്ജിന്റെ വിഷയം പറഞ്ഞപ്പോ പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചത്, ഒരു സമൂഹത്തിലെ, ഒരു കുടുംബത്തില്, ഒരു മാന്യമായ കുടുംബത്തിൽ അന്ന് അതിന്റെ വില, നിങ്ങൾ വാങ്ങിയ 1000 റുപ്യക്ക് സെന്റ് വാങ്ങിയ ഭൂമിയില്ലേ, ആ ഭൂമിക്ക് ഇന്ന് 5 ലക്ഷമാണ് ഒരു സെന്റിന്റെ വില. എവിടെയാണ് ഹജ്ജിന് മാത്രം കാശ് കൂടിയെന്ന് നമ്മുടെ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്? എല്ലാറ്റിനും കൂടിയതുപോലെ ഹജ്ജിനും ചെലവഴിക്കേണ്ടി വന്നു. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ചെലവഴിക്കുന്ന കാശും സമയവും, ഇതിന്റെ ഓഫറുകളാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ എല്ലാവരും ജുമായിൽ പങ്കെടുത്തു. നമ്മളില്ലേ, നമ്മളെപ്പോലെ ഹജ്ജിന് വന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഹാജിമാര്
അസീസിയയിൽ കിടക്കുകയാണ്. ഇന്നലെ ജുമ അവർക്ക് കിട്ടിയിട്ടില്ല. എവിടെ കിട്ടിയിട്ടില്ല? ഹറമിൽ കിട്ടിയിട്ടില്ല. നമ്മളെല്ലാ വക്തിനും അൽഹംദുലില്ലാഹ് ഹറമിൽ പോകാൻ സാധിക്കുന്നു. അവർക്കത് കിട്ടിയിട്ടില്ല. അവരെപ്പോഴെങ്കിലും ഒരു തവണ വന്ന് ഉംറ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോ നമ്മൾ ചെലവഴിക്കുന്നതിന്, നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ ഓഫർ ഉണ്ടാകും. വലിയ ഓഫറാണ്. ഹറമിലേക്ക് വരുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഡ്രിങ്കിങ് വാട്ടർ നോക്കി നിങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ഇവിടെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് സംസം കിണർ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സംസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് ഒരു ഇഞ്ച് പോലും താങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതിന് മാത്രം സുലഭമായ ആയാത്തായിട്ട് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. സഫയും മറവയും അള്ളാഹു ആയാത്തായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. മുൽത്തസിം, നിങ്ങൾക്ക് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാൻ പറ്റുന്ന സ്ഥലമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അതുപോലെ ഹിജ്റു കഅബ്, ഹിജ്റു ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന ഹിജ്റുൽ കഅബ്, അതിന്റെ പരിസരങ്ങളൊക്കെ തന്നെ അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടാവുന്ന മേഖലയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയാണ്, സലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറുൻ മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാ ഇല്ലൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം പള്ളിയിലല്ലാത്ത മറ്റേത് പള്ളി നിസ്കരിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് പ്രതിഫലമാണ് എന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം വെച്ച് അവിടെ 100 ഇരട്ടി പ്രതിഫലമുണ്ട് മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും. ഇതൊക്കെ പറയണത് അഫ്ളലും മിൻ 100 ഇരട്ടിയിൽ നിൽക്കല്ല, അതിലേറെ എന്നാണ്. അതിന്റെ തുടക്കമാണത്. 1 ലക്ഷത്തിൽ തുടങ്ങുകയാണ്. നമ്മുടെ എത്രയാണ് ത്യാഗം സഹിക്കുന്നത്? അവിടുന്ന് പോലീസുകാരാട്ടി അപ്പുറത്ത് പോയി അങ്ങനെ നമ്മൾ എത്രത്തോളം നടക്കുന്നുവോ ആ ഓരോ നടത്തത്തിനും പ്രതീക്ഷകൾക്കും വല്ലാത്ത കൂലി അള്ളാഹു നൽകുകയാണ്. എത്രയാണ് ത്യാഗം സഹിക്കണം അതിനനുസരിച്ച് കൂലി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. ഹജ്ജിന് വന്ന ആളുകൾക്കും ഹജ്ജിന് പുറപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്കും അതുപോലെ ഹജ്ജ് നിർവഹിക്കണമെന്ന ഒരു താല്പര്യം പോലും വന്നിട്ടില്ലാത്ത ആളുകൾക്കും വല്ലാത്ത പ്രചോദനം നൽകുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങള് മിനയിലിരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരാളും അൻസാറികളിൽപ്പെട്ട ഒരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. കടന്നു വന്ന് അവരെന്തിനാ വന്നത്? ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രതിഫലങ്ങളെ കുറിച്ച് ചോദിച്ചറിയാനാ വന്നത്. കടന്നു വന്നപ്പോ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ പുറപ്പെട്ടാൽ അതിന് എന്ത് കൂലി കിട്ടുമെന്നറിയാനല്ലേ? എന്നിട്ട് റസൂലുള്ളാഹി ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു. സഫയിൽ നടന്നാലും തവാഫ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാലും അതുപോലെ നിങ്ങൾ അറഫയിൽ നിൽക്കുകയാണെങ്കിലും ജംറയിൽ കല്ലെറിയുകയാണെങ്കിലും ബലിയെറുക്കുകയാണെങ്കിലും മുടിമുണ്ടനം ചെയ്യുകയാണെങ്കിലും ഹജ്ജിന്റെ തവാഫ് ചെയ്യുകയാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുക എന്ന് അന്വേഷിക്കാനല്ലേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത്? അവര് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രവാചകനായി പറഞ്ഞയച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ റസൂലുള്ളാഹി ഓരോന്ന് പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് മുതൽ നിങ്ങളുടെ യാത്രാമൃഗത്തിന്റെ കുളമ്പുകൾ ഓരോ അടികൾ വെക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ നന്മകൾ എഴുതപ്പെടുകയും ഒരു പാപം നിങ്ങളിൽ നിന്ന് മാറ്റി കളയുകയും ചെയ്യുന്നതാണ്. എപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് ഹജ്ജ് തീരുമാനിച്ച് പുറപ്പെട്ടത് മുതൽ നമ്മുടെ ഓരോ കാലടിക്കും അല്ലെങ്കിൽ നമ്മുടെ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങളുടെ മൃഗവാഹനത്തിന്റെ അതായത് ഒട്ടകത്തിന്റെയോ കുതിരയുടെയോ ഒക്കെ കുളമ്പടികൾക്കനുസരിച്ച് പുണ്യം കിട്ടുമെന്നാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തവാഫ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ച കൂലി നിങ്ങൾക്ക് കിട്ടും. വീണ്ടും നിങ്ങൾ സഅയ് നിർവഹിക്കുന്നു. ആ സഅയ് നിർവഹിച്ചു കഴിയുമ്പോഴേക്ക് 70 അടിമകളെ മോചിപ്പിച്ച കൂലി നിങ്ങൾക്കുണ്ടാകും. അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടി പറയും. നിങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ അല്ലാഹു അഭിമാനത്തോടു കൂടി എടുത്തു പറയും, എന്റെ അടിമകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്നെ പ്രതീക്ഷിച്ചു വന്നവരാണ്, അതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അറഫയിൽ നിൽക്കുന്നതിനെ കുറിച്ച് പിന്നീട്
മുസ്ദലിഫയിലേക്ക് നീങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബികളെ ബോധ്യപ്പെടുത്താൻ, നിങ്ങൾ ഇങ്ങനെ മുസ്ദലിഫയിലേക്ക് പോകുമ്പോ അള്ളാഹു വിളിച്ചു പറയും, നിങ്ങൾക്കുള്ള പാപങ്ങളൊക്കെ അറഫയിൽ നിന്ന് പൊറുക്കപ്പെട്ടു. മുസ്ദലിഫയിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണോ നിങ്ങൾ അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ചത് അവരുടെ പാപം കൂടി അള്ളാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. എത്രത്തോളം ആ അറഫയിലെ പാപം പൊറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ പാപം മണൽത്തരികളോളം എണ്ണമുണ്ടെങ്കിലും, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ പാപം മഴത്തുള്ളിയുടെ എണ്ണത്തോളം വലുതാണെങ്കിലും, വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, സമുദ്രത്തിലെ നൊരകളുണ്ടല്ലോ അതിനു മാത്രം വലുതാണെങ്കിലും ആ അറഫയിൽ നിൽക്കുന്നതോടുകൂടി നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുന്നതാണ്. നിങ്ങൾ ജംറയിൽ എറിയാൻ പോകുമ്പോ ആ ജംറയിൽ എറിയുന്നതോടുകൂടി നിങ്ങളുടെ ഓരോ ഏറിനും നിങ്ങളുടെ വൻപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാത്ത വൻപാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുന്നതാണ്. നിങ്ങൾ ബലി കറക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം കഴിഞ്ഞു, അതിന് മാത്രം പൊറുക്കപ്പെട്ടു. ഇനി എന്താ വേണ്ടത്? പ്രോഫിറ്റ് ആണ് വേണ്ടത്. നിങ്ങൾ ബലിയെറുക്കുന്ന ആ ബലിയുടെ പ്രതിഫലമില്ലേ, അത് നിങ്ങൾക്ക് വലിയൊരു സമ്പത്തായിട്ട് നാളെ അള്ളാഹു സൂക്ഷിപ്പ് സ്വത്തായിട്ട് മാറ്റിവെക്കുന്നതാണ് എന്ന്. ഇനി ഹജ്ജിന്റെ തവാഫ് കൂടി നിങ്ങൾ നിർവഹിക്കുമ്പോ ഹജ്ജിന്റെ തവാഫ് കഴിഞ്ഞിറങ്ങുന്ന വ്യക്തിയോട് ഒരു മലക്ക് വന്നിട്ട് തോളത്ത് കൈവച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം തുടർന്നു പോകാം, ഇപ്പോ നിങ്ങൾ ജനിച്ച ഒരു കുട്ടിയെ പോലെയാണ്. ഇത്രയും മഹത്തായ ഓഫറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹജ്ജിന്റെ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.